സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ 4 ജില്ലകളിൽ 3 മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വേനൽ മഴ എന്നൊക്കെ പറഞ്ഞാണ് വന്നത്, പക്ഷെ കാലവർഷം പോലെയാണ് പെയ്തത്. എന്താണല്ലേ, ഒരു മഴ വരണേന്നൊന്ന് പ്രാർത്ഥിച്ചത് ഋഷ്യശൃംഖനോടാണെന്ന് തോന്നണം. അതാണ് ഇങ്ങനെ വിഡിവെട്ടും മഴയായി പോയത്. മഴ അങ്ങോട്ട് കണ്ടോടുകൂടി നമ്മളെ കുളത്തിലെ തവളകൾ മുഴുവൻ പറമ്പിലോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ അടുക്കളയിൽ നാളെ രാവിലെ എന്തുണ്ടാക്കുമെന്നുള്ള കൺഫ്യൂഷൻ. പൊടിയുമില്ല, ഒന്നുമില്ല. പിന്നെ നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. സമയം ഒരു 10-10:30 ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ബോധം ഉണ്ടായത് നാളത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. ജംഗ്ഷനിലുള്ള സലാമയുടെ കടയിലേക്കാണ് പോയത്. പോയി ഇപ്പോൾ ചേരമാൻ ജംഗ്ഷൻ വരെ എത്തിയിട്ട് കുറച്ച് ദിവസമായിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. പിന്നെ മഴയുമാണല്ല, ചെറുതായിട്ടൊന്ന് റോന്ത് ചുറ്റിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും പൊയ്യ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഡ്രീം പ്ലേസാണ് മാള പൊയ്യ എന്നൊക്കെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഇതേപോലെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരിറക്കം അങ്ങോട്ട് ഇറങ്ങും. പിന്നെ മുസ്ലിംസ് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സ്ഥലമാണല്ലോ. പിന്നെ ഇന്ന് കൊച്ചൂസും വാലേ തൂങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബോബനും മോളിലെ പട്ടിക്കുഞ്ഞിനെ പോലെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടാവും ആ ബോധൽ. ഈ മഴയത്ത് ചെറിയ കൊച്ചുവർത്താനമൊക്കെ പറഞ്ഞ് ഒരു കട്ടനൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ സമ്മതിക്കേണ്ട മക്കള്. കൊച്ചുനെയും കൊണ്ട് കട്ടൻ ചായ കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട മുഴുവൻ ചിലപ്പോൾ വാങ്ങേണ്ടി വരും. അങ്ങനെ കട്ടൻ ചായയുടെ മോഹം ഉപേക്ഷിച്ച് ഞങ്ങളിത് കൃഷ്ണൻകോട്ട പാലമൊക്കെ കയറി പൊയ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇടിവെട്ട് ഒരു രക്ഷയില്ലാട്ട, ഇടക്കിടക്ക് ഇതേപോലെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിന്ന് മാത്രം. പോണ വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടാ. പൊയ്യയിൽ നല്ല രസമുള്ള ചെമ്മീൻ കെട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇടിവെട്ടിൻ്റെ ഒച്ച കേട്ടപ്പോൾ പേടിച്ച് വേഗം വണ്ടി കയറി. മഴ കാരണം മാളയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ പൊയ്യ വരെ പോയിട്ട് തിരിച്ചു പോരുകയാണ്. അപ്പോഴേക്കൊക്കെ മഴയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ രാത്രി സർക്കിട്ട് അടക്കണ ഭ്രാന്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാ? പിന്നെ വേറൊരു ഉദ്ദേശം സലാമക്കട കട. പച്ചപ്പാതിരാത്രി ആയാലും അടയ്ക്കാതെ തുറന്നു വെച്ചേക്കണം ചെറിയൊരു കോട്ടയം അയ്യപ്പാസാണ് നമ്മുടെ സലാമക്കട കട. അതായത് പുറത്തുനിന്ന് നോക്കിയ ചെറിയൊരു കട, ഉള്ളിലോ വിശാലമായ ഷോറൂം. ഈ കടയിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മഴ ആസ്വദിക്കുന്ന വീഡിയോ ഒന്ന് എടുത്തു തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അതിൻ്റെ കാട്ടിക്കൂട്ടലുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ വരുമ്പോൾ ഗ്ലാസ്സിൽ വെള്ളം വേണ്ടി ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കൊച്ചൂസ് കൂടെ പോകുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിന്നെ എനിക്ക് ആകെ ആശ്വാസമുള്ളത് ഐഷയുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണ്ട, സ്വന്തമായിട്ട് തന്നെ ഇടിയപ്പം നമുക്കങ്ങനെ കറക്കിയെടുക്കുക. പിന്നെ നാളത്തേക്കുള്ള മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ വാങ്ങിച്ച് ഞാൻ എൻ്റെ ഗുഹയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഞാൻ ഗുഹ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു റോഡ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് രാത്രി ഇത്രയും വൈകിട്ട് മധുരം കഴിക്കണം അത്ര നല്ലതല്ല എന്നറിയാം. എന്നാലും മഴയൊക്കെയാണല്ലോ, ചെറിയൊരു നൊസ്റ്റാൾജിയൊക്കെ ആവാം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം മഴ ഒന്ന് എൻജോയ് ചെയ്തെന്നുള്ള സന്തോഷത്തിൽ കൊച്ചൂസ് കപ്പൽ മിഠായിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവേണ്ട. മിഠായിയുടെ കവറിൻ്റെ ഒച്ചയിട്ട് കല്ല് വരെ ചാടി ഇട്ടിട്ടുണ്ട് ഉറക്കത്തിന്ന്.